എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കഥയാണ് ഞാൻ പറയുന്നത്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഈ അനുഭവം ഉണ്ടായത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ റൂട്ടിലെ പുതുക്കിടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. മൂന്നാറിലെ വട്ടവടയുടെ സൗന്ദര്യം വേണ്ടുവോളം ആസ്വദിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ പുതുക്കിടിയിൽ വെച്ചിട്ട് വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് പുകയും എന്തോ കരിഞ്ഞ മണവും വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിനകത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ വാഹനത്തിന്റെ അകത്തുനിന്ന് ചാടി പുറത്തിറങ്ങി. ഞാൻ പെട്ടെന്നുള്ള വാഹനം നിർത്തലും ഞങ്ങളുടെ മുഖത്തുള്ള ആവലാതിയും കണ്ട ആ നാട്ടുകാരെല്ലാം ഓടിക്കൂടി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ആ സമയം ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ അതിന്റെ ബെൽറ്റ് പൊട്ടിയതാണ്. ആ നാട്ടിലെ ആളുകൾ പറഞ്ഞു, എതുക്ക് ഭയപ്പെട്ടിരിക്കുക, എല്ലാമേ കിടക്കും, ഭയപ്പെടാ. തമിഴും മലയാളം കലർന്നുള്ള അവരുടെ സംസാരം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നോക്കിയപ്പോഴും അവിടെ 3 ചായക്കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്ക്ഷോപ്പ് അതുപോലെയുള്ള ഒന്നും അവിടെ കാണുന്നില്ല. ഈ ചെറുപുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന ഈ അമ്പസെൽവം ഉണ്ടല്ലോ, ആ നാട്ടിലെ ഒരു ബൈക്ക് മെക്കാനിക് കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു ചായക്കടയുണ്ട്. അമ്പസെൽവം മൂന്നാറിലെ ഒരുപാട് മെക്കാനിക്കുകൾക്ക് ബന്ധപ്പെട്ടു ബെൽറ്റ് സംഘടിപ്പിക്കാനുള്ള പരിശ്രമം തുടങ്ങി. അമ്പസെൽവം പരിശ്രമം തുടർന്നു. ബെൽറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക്. വീണ്ടും പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, മെക്കാനിക്കിന് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതേസമയം ഈ മഞ്ഞ ഷർട്ടിട്ട ഈ ചേട്ടനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബൈക്കോ കാറോ മെക്കാനിക്കിനെ കൊണ്ടുവരാൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ വാഹനമുണ്ട്, നിങ്ങൾ പോയി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിനോ കുട്ടികൾക്കോ എന്തെങ്കിലും ബാത്റൂമിലോ കാര്യങ്ങൾക്കോ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞ് ക്ഷണിച്ച അദ്ദേഹം. ഇതിനിടയിൽ അമ്പസെൽവം വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, ബെൽറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് ശരിയാക്കാനുള്ള മെക്കാനിക്ക് അവിടുന്ന് വരില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കറിയാവുന്നതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. മൂന്നാറിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മളുടെ ഈ പുതുക്കിടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. നമുക്ക് വേണ്ട ബെൽറ്റ് 25 കിലോമീറ്റർ ദൂരമുള്ള മൂന്നാറിൽ നിന്ന് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ കൊണ്ടുവന്ന് തന്നു. അപ്പോഴേക്കും സമയം വൈകിട്ട് 7:30 മണിയായിരുന്നു കേട്ടോ. നമ്മുടെ വാഹനം കേട് വരുന്നത് 4 മണിക്കാണ്. മണിക്കൂറുകളോളം കുട്ടികൾക്ക് വാഹനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ ചെയ്ത്, ഞങ്ങൾ വാഹനത്തിലുണ്ടായിരുന്ന ടെൻറ്റ് എടുത്തിട്ട് അവിടെയുള്ള പറമ്പിലിട്ടു. അതെന്തോ അമ്പലപ്പറമ്പോ അതോ എന്തോ ആണ് സംഭവം, എന്തോ ഗണപതിയുടെ അതുപോലെ എന്തോ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള ഒരു ചെറിയ ക്ഷേത്രം, അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അവിടെ ഉള്ളത്. ആ പറമ്പിൽ സ്റ്റേ അടിക്കാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ സ്റ്റേ അടിച്ചു. അപ്പോഴേക്കും നമ്മുടെ അമ്പസെൽവം ബെൽറ്റായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അമ്പസെൽവത്തോട് ഞാൻ ചോദിച്ചു, ഇത് മുന്നാടി ഇതുപോലെ എന്തെങ്കിലും മാറ്റിയിട്ട് എക്സ്പീരിയൻസ് എടുക്കാം. അമ്പസെൽവം പറഞ്ഞു, പറവയില്ല സാറ്, നമുക്ക് ഇത് യൂട്യൂബൊക്കെ അല്ലേ, അതിൽ ചെക്ക് പണി നോക്കലാം പാക്കലാം എന്നൊക്കെ പറഞ്ഞ് അമ്പസെൽവം തുടങ്ങി യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ചെക്ക് ചെയ്ത് കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ട് മണിക്കൂറുകൾ, ഒരുപാട് മണിക്കൂറുകളുടെ പരിശ്രമം കൊണ്ട് അദ്ദേഹം അമ്പസെൽവം അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും പഠിച്ച് നമ്മളുടെ വാഹനത്തിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ മെനക്കെട്ടിട്ട് മൂപ്പര് അതിൽ ഫിറ്റ് ചെയ്ത് കേട്ടോ. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരിക്കലും വാക്കുകളോട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും ആ ഒരു സമയത്ത് അവിടുന്ന് പോരാൻ പറ്റൂല. പിറ്റേത്തെ ദിവസം ഞായറാഴ്ചയാണ് വരുന്നത്. ഞായറാഴ്ച ഈ സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടൂല. അതുപോലെ അമ്പസെൽവത്തിന് അത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റാൻ ഇനി വർക്ക്ഷോപ്പ് വരെ വരണം. അപ്പോൾ തിങ്കളാഴ്ച വരെ ഞങ്ങളും കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ആ ഭാഗത്ത് എവിടെയെങ്കിലും സ്റ്റേ അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ റൂം എടുത്ത് പോകേണ്ടി വരും. അവിടുന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ ഈ ബെൽറ്റ് പൊട്ടാനൊരു കാരണമുണ്ട്. അപ്പോൾ അതിനുള്ളിലുള്ള ഈ ഒരു ബാരിങ് ഉണ്ട്, ആ ബാരിങ്ങിന് കംപ്ലൈൻറ്റ് വന്നതാണ് പ്രശ്നം. അതും അമ്പസെൽവം ഈ ബൈക്ക് മെക്കാനിക്കായ അമ്പസെൽവം ടൊയോട്ടയുടെ ഫോർച്യൂണർ കാറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന്, ഫോർച്യൂണറിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ള അമ്പസെൽവം കണ്ടുപിടിച്ചു. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ ബാരിങ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്, ആ ബാരിങ് വേണം. ഈ ബാരിങ്ങിൻ്റെ നമ്പർ നോക്കിയപ്പോൾ അമ്പസെൽവത്തിൻ്റെ കയ്യിലുള്ള ഏതൊരു ബൈക്കിൻ്റെ ബാരിങ്ങും ഇതും സൂട്ടാണ്. അപ്പോൾ അമ്പസെൽവം വീട്ടിൽ പോയിട്ട് ബാരിങ്ങൊക്കെ എടുത്തു കൊടുന്ന് റെഡിയാക്കി സെറ്റാക്കി സൂപ്പറാക്കി തന്നു. ഇത് സെറ്റായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾക്ക് കൂടെയുള്ള റേറ്റ് ഇത്രയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ നിങ്ങളുടെ പണിക്കൂലി എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അമ്പസെൽവം പറയുന്നില്ല, വേണ്ട നിങ്ങൾ പോകുമ്പോൾ കുഴപ്പമില്ല, പറവില്ല, ഇത് പ്രശ്നമില്ല, മണിക്കൂറുകൾ കഷ്ടപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെ അമ്പസെൽവത്തെ ഒരുപാട് നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സർവീസ് ചാർജ് ഞങ്ങൾ കൊടുപ്പിച്ചു. കാരണം ഒരുപാട് മണിക്കൂറുകൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആ അമ്പസെൽവം മാത്രമല്ല കേട്ടോ, ആ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ആളുകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആയിരിക്കൊക്കെ ചെയ്ത് തന്ന് ഒരുപാട് സഹകരണം, ഒരു എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. താങ്ക് യു ബ്രോ, താങ്ക് യു. ഓക്കെ